ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ്സ്. അപ്പോൾ നമ്മൾ NSCJS നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ നമ്മൾ NSCJS വേണ്ടിയിട്ട്. നമുക്ക് ഏകദേശം ഒരു 1.5 months ആണ് നമുക്ക് ഇനി മുന്നിലുള്ളത്. സോ നമുക്ക് മാക്സിമം നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കുന്ന ഒരു ടൈമാണ് നമ്മൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ NSCJS വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ NSCJS റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8, 9 ക്ലാസ്സിൽ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ പറഞ്ഞു കൊടുക്കുക, സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സിൻ്റെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഒളിമ്പ്യാഡ്സ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ NSCJS ക്യാമ്പയിനിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഐ ബട്ടണിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റഡ് വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യുക. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. സോഴ്സ് ഓഫ് എനർജി നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് എനർജീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ റിന്യൂവബിൾ സോഴ്സ് ഉണ്ട്, നോൺ റിന്യൂവബിൾ സോഴ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിക്കുന്നുണ്ട്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ NSCJS സാധാരണ വരാറുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പോയി നോക്കാം. നമ്മളൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആ ഒരു NSCJS വരുന്ന ആ ടൈപ്പ് ഓഫ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ വരാൻ ചാൻസ് ഉണ്ട് എന്നല്ല, ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഓക്കെ, സോ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് സ്റ്റോർ ഹൗസ് ഓഫ് ആൾട്ടർനേറ്റീവ് എനർജി. നമുക്ക് ഒരു എനർജീനെ മറ്റൊരു എനർജി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സ് അല്ലെങ്കിൽ സ്റ്റോർ ഹൗസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡെഫിനറ്റ്ലി നമുക്ക് പറയാം, നമ്മളുടെ ഈ ഒരു ഭൂമിയിലേക്ക്, നമ്മൾ എർത്തിൽ കിട്ടുന്ന ഏറ്റവും അറ്റ്മോസ്റ്റ് എനർജി എവിടുന്നാണ് വരുന്നത്, സണ്ണിൽ നിന്നാണ്. സോ സോളാർ എനർജിയാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും സോളാർ എനർജിയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് എനർജീൻ്റെ ഏറ്റവും ലാർജസ്റ്റ് സോഴ്സ് ആയിട്ട് വരുന്നത്. ടൈഡൽ എനർജി, സോളാർ എനർജി കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാണ് ടൈഡൽ വേവ്സ് അല്ലെങ്കിൽ ടൈഡൽ എനർജി ഒക്കെ ക്രിയേറ്റ് ആവുന്നത്. ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് എന്താണ്, അത് ആറ്റംസ് ഒന്നെങ്കിൽ ഫ്യൂസ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ആറ്റംസ് ഫിഷൻ നടക്കുന്ന സമയത്തോ ഉണ്ടാവുന്ന എനർജിയാണ് ന്യൂക്ലിയർ എനർജി. അതായത് ന്യൂക്ലിയർ ഫ്യൂഷനോ ന്യൂക്ലിയർ ഫിഷനോ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജിയാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ഇനി ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ എർത്തിന്റെ ഇന്നർ കോറിൽ മാഗ്മ എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡ് മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ആ ഒരു മെറ്റീരിയൽ ഒക്കെ ഉണ്ട്. അത് കാരണം ഉണ്ടാവുന്ന ജിയോ, അതായത് എർത്തിന്റെ തെർമൽ എനർജി, ഹീറ്റ് എനർജിക്കാണ് നമ്മൾ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും, നമുക്ക് ഏറ്റവും സ്റ്റോർ ഹൗസ് ഓഫ് ആൾട്ടർനേറ്റീവ് എനർജി എന്ന് പറയുന്നത് സോളാർ എനർജിയാണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ. എന്നാലും നമുക്ക് നോക്കാം. ദ സൺ കോൺസ്റ്റന്റ്ലി എമിറ്റ്സ് എ മാസീവ് എമൗണ്ട് ഓഫ് എനർജി. ഇറ്റ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ആൻഡ് ഫ്രീലി അവൈലബിൾ റിന്യൂവബിൾ എനർജി സോഴ്സ് ഓൺ എർത്ത്. അതായത് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി സോഴ്സുകളെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയാം. സോ റിന്യൂവബിൾ എനർജി സോഴ്സിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ സൺ അല്ലെങ്കിൽ സോളാർ എനർജി എന്ന് പറയുന്നത്. സോ നമ്മൾ ഓപ്ഷൻ എ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാണ്. അണ്ടർ ദ ന്യൂക്ലിയർ പവർ പ്രൊജക്ട്സ് എൻവയോൺമെന്റൽ എഫക്ട്സ് ദാറ്റ് ഹാവ് ടു ബി സ്റ്റഡീഡ് ആൻഡ് റിസോൾവ്ഡ് ആർ. അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ എഫക്ട്സ് ആണ്, കോസസ് ആണ് ഉണ്ടാകുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റിസോൾവ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. റേഡിയോ ആക്റ്റീവ് കണ്ടാമിനൻസ് ഓഫ് എയർ, സോയിൽ ആൻഡ് വാട്ടർ. അതായത് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ് അവിടെ ഉണ്ടാവും അല്ലെ. ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സ്ഥലത്ത് നമുക്കറിയാം യുറേനിയം പോലെയുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് എന്തുണ്ടാവുക, അവിടെ ഉണ്ടാവും. അപ്പോൾ റേഡിയോ ആക്റ്റീവ് കണ്ടാമിനേഷൻ എയറിലുണ്ടാവും, സോയിൽ ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ റിസോൾവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം. ഡീഫോറസ്റ്റേഷൻ ആൻഡ് ലോസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. അതായത് ഡീഫോറസ്റ്റേഷൻ നടക്കും അല്ലേ. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ്, ആനിമൽസിനൊക്കെ ഒരുപാട് ഇഷ്യൂസ് അവിടെ ഫേസ് ചെയ്യും, റൈറ്റ്. നമ്മളൊരു ന്യൂക്ലിയർ പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലോറയിലും ഫോണയിലും ഒക്കെ എന്തുണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളും അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ റിസോൾവ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഡീഫോറസ്റ്റേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നടക്കും നമുക്ക് എവിടെ, നമ്മൾ ഈ ഒരു ഡീഫോറസ്റ്റേഷൻ നടക്കുന്ന എവിടെയാണ്, നമ്മൾ ന്യൂക്ലിയർ പവർ പ്രൊജക്ട്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ലാർജ് ഏരിയ ഓഫ് ലാൻഡാണ് എന്ത് ചെയ്യുക, ന്യൂക്ലിയർ പവർ പ്ലാന്റിനൊക്കെ എടുക്കുക. അപ്പോൾ അവിടെയൊക്കെയുള്ള ഫ്ലോറ ഫോണ ഒക്കെ എന്ത് ചെയ്യും, ഡിഫോറസ്റ്റേഷൻ നടക്കും. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ഓക്കെ, അതൊക്കെ നമ്മൾ റിസോൾവ് ചെയ്യണം. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസൽ. അതായത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട്, അതായത് ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് എന്ത്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. കാരണം
ന്യൂക്ലിയർ പവർ പ്ലാന്റിലുള്ള വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് പുറത്തേക്ക് ഹസാഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഹൈലി ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റുകളാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിലൊക്കെ ഉണ്ടാവും. അപ്പോൾ റേഡിയോ ആക്റ്റീവ് എലമെന്റ് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് വരും അല്ലേ, റൈറ്റ്? നമുക്കറിയാം ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഈ വേൾഡിൽ നടന്നിട്ടുണ്ട്. ഹിരോഷിമ, അതുപോലെ തന്നെ നാഗസാക്കി, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറ്റോമിക് ബോംബ്, ന്യൂക്ലിയർ ബോംബൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, റൈറ്റ്? അപ്പം അതൊക്കെ എന്താണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിലും അതൊക്കെ അപ്ലിക്കബിൾ ആണ്. സോ അതെന്താണ്, അത് മേജർ ആയിട്ടുള്ള ഒരു ചലഞ്ചാണ്. സോ അതും എന്ത് ചെയ്യണം, റിസോൾവ് ചെയ്യണം. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് എന്താ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. കാരണം നമുക്ക് നോക്കാം, ഓൾറെഡി നമ്മൾ പറഞ്ഞു റേഡിയോ ആക്റ്റീവ് contamination of air, soil and water. This is a primary concern due to the potential release of radioactive materials from the nuclear power plants during operation. അതായത് അവിടെ നടക്കുന്ന സമയത്ത്, ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്യാസസ്, ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് എമിറ്റ് ആവുന്നുണ്ട്. സോ അതൊക്കെ എന്താണ്, അതൊക്കെ നമ്മുടെ സോയിലിനെയും എയറിനെയും വാട്ടറിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇനി ഡീഫോറസ്റ്റേഷൻ ആൻഡ് ലോസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണോ, while not as directly related to the radioactive aspect, the construction of nuclear power plant can often lead to habitat destruction and disruption of local ecosystem. അതായത് ഡയറക്ട്ലി അല്ല, എന്നാലും ഇൻഡയറക്ട്ലി എന്താണ്, അത് ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസൽ. ദിസ് ഈസ് എ മേജർ ലോങ് ടേം challenge associated with nuclear power, as radioactive waste need to be safely stored and managed for the centuries to prevent environmental contamination. അതായത് എൻവയോൺമെൻറ്റൽ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. വേസ്റ്റ് ഡിസ്പോസൽ കറക്റ്റായിട്ട് നടക്കണം. അല്ലാതെ നമ്മൾ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഒന്നും എന്ത് ചെയ്യേണ്ട, നമ്മൾ പുറത്തേക്ക് കളയുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാസീവ് ആയിട്ടുള്ള ഡിസ്ട്രപ്ഷൻസും എന്ത് ഉണ്ടാവും, അവിടെ ക്രിയേറ്റ് ആവുന്നതാണ് പറയുന്നത്. സോ നമുക്ക് ഓൾ ഓഫ് ദി എബോവ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നല്ല റൈറ്റ് ആൻസർ ആയിട്ട് വരും. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സോളാർ പവർ? അതായത് സോളാർ പവർ യൂസ് ചെയ്യുന്നതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്, അല്ലെങ്കിൽ സോളാർ എനർജി നമ്മൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ് ആണോ? നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു എനർജിയാണ് സോളാർ എനർജി, അപ്പോൾ എക്സ്പെൻസീവ് ആണോ? അല്ല. ഇതല്ല അതിൻ്റെ ചാലഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് റിലയബിൾ ഇൻ ഓൾ വെതർ കണ്ടീഷൻ. ശരിയാണോ? ശരിയാണ്. അത് സണ്ണി ആയിട്ടില്ല, അതായത് നന്നായിട്ട് നമുക്ക് സണ്ണിനെ കാണാൻ പറ്റുന്ന ക്ലൗഡി ഒന്നും അല്ലാത്ത കണ്ടീഷനിൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, നമുക്ക് സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അല്ലെങ്കിൽ സോളാർ എനർജീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. സോ ആ സോളാർ അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ വോൾട്ടൈക് സെൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സോളാർ പാനൽസ്, സോളാർ സെൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക ആ ഒരു ടൈമിലായിരിക്കും. ബട്ട് നമുക്ക് ഒരു ക്ലൗഡി ആയിട്ടുള്ള കണ്ടീഷനിൽ എന്തായിരിക്കും, നമുക്ക് കുറച്ചുകൂടി കുറവായിരിക്കും നമുക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റീൻ്റെ എമൗണ്ട്, റൈറ്റ്? സോ ഇതെന്താണ്, കറക്റ്റാണ്. ഇതാണ് ഏറ്റവും മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് എമിറ്റ്സ് പൊല്യൂട്ടൻസിനെ എമിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും സോളാർ എനർജീസ് പൊല്യൂട്ടൻസിനെ എമിറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സോളാർ പവർ എന്ത് ചെയ്യുന്നില്ല, ഫോട്ടോ വോൾട്ടിക് സെല്ലിൽ നിന്ന് ഒരുപാട് പൊല്യൂട്ടൻസോ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഇറ്റ് റിക്വയർസ് എ ലാർജ് എമൗണ്ട് ഓഫ് ലാൻഡ് വേണം, വേണ്ട, ഒരു ചെറിയ എമൗണ്ട് ഓഫ് ലാൻഡ് മതി, അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് ഓഫ് ഫോട്ടോ വോൾട്ടിക് സെല്ല് മതി. നമുക്കൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് കുറേ വേണ്ടി വരും. പക്ഷേ നമുക്ക് വീടുകളുടെ ആവശ്യത്തില്ല, അല്ലേ? നമ്മൾ ചെറിയ അതായത് നമ്മൾ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് ചെറിയ കറണ്ട് മതി. സോ നമുക്ക് അത് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് അത്രത്തോളം ലാൻഡൊന്നും ആവശ്യമില്ല. ചെറിയ ലാൻഡിൽ പോലും ചെറിയ പാനൽസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ട്രാഫിക് ലൈറ്റ്സ്. ഈവൻ തോ നമ്മൾ ട്രാഫിക് ലൈറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രീറ്റുകളിലൊക്കെ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇപ്പോഴും എന്താണ്, ചില സ്ഥലത്തൊക്കെ സോളാർ പവർ വെച്ചിട്ടാണ്. ഓക്കെ, സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇറ്റ് ഈസ് നോട്ട് റിലയബിൾ ഇൻ ഓൾ വെതർ കണ്ടീഷൻ. എല്ലാ വെതർ കണ്ടീഷനിലും അത് റിലയബിൾ അല്ല. റെയിനി ടൈമിൽ നമുക്ക് കുറച്ച് കറണ്ട് ആയിരിക്കും ഉണ്ടാവുക. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഫോസിൽ ഫ്യൂവൽസ്? അതായത് ഫോസിൽ നിന്ന് കിട്ടുന്ന ഫ്യൂവൽസ് ലൈക്ക് പെട്രോളിയം, അതുപോലെ തന്നെ ഡീസൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ, കോൾ, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുക. അതായത് വൺസ് ലിവിങ് ആയുള്ള ആൾക്കാർ നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിൽ വെച്ചിട്ട് നടക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹീറ്റും പ്രഷറും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ കഴിഞ്ഞ് വരുന്നതിനാണ് നമ്മൾ ഫോസിൽ ഫ്യൂവൽസ്. അത് നമുക്ക് ഫ്യൂവൽസ് ആയിട്ട് ബേൺ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുക. അപ്പം ആ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഡിസ്അഡ്വാൻറ്റേജ്, ദേ ആർ എക്സ്പെൻസീവ് ആണോ? ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും നോക്കുന്ന സമയത്ത് എക്സ്പെൻസീവ് ആണോ? എല്ലാവരും നോക്കുന്ന സമയത്ത് എക്സ്പെൻസീവ് ഒന്നല്ല. ബട്ട് ചിലവരെന്താണ് എക്സ്പെൻസീവ് ആണ്. നമുക്ക് നോക്കാം, ദേ ആർ ഡിഫിക്കൽട്ട് ടു ട്രാൻസ്പോർട്ട് ആണോ? ഏറ്റവും കൂടുതൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഫോസിൽ ഫ്യൂവൽസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതൊന്നും അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ദേ എമിറ്റ് പൊല്യൂട്ടൻസ് വെൻ ബേൺഡ്. ശരിയാണോ? ശരിയാണ്.
ടോക്സിക് ഗ്യാസുകളായിട്ടുള്ള കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഗ്യാസുകളാണ് എന്ത് ചെയ്യുന്നത്, അത് നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഇവിടെ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ദ എമിറ്റ് പൊല്യൂട്ടൻസ് വെൻ ബേൺ എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നൈട്രജൻ ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോംസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ നോട്ട് അവൈലബിൾ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ആണോ? ശരിയല്ല. ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആവുന്നതാണ് ഇപ്പം ഫോസിൽ ഫ്യൂൽസ്. വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, അത് തീരും. ഓക്കെ, ഇപ്പോൾ ഇൻഎക്സോസ്റ്റിബിൾ അല്ല, എക്സോസ്റ്റിബിൾ ആയിട്ടുള്ള നോൺ റിന്യൂവബിൾ റിസോഴ്സുകളാണ് എന്ത്, നമ്മൾ ഈ ഒരു ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദി എമിറ്റ് പൊല്യൂട്ടൻസ് വെൻ ബേൺഡ്, അതാണ് അതിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മോസ്റ്റ് ഓഫ് ദി സോഴ്സസ് ഓഫ് എനർജി വി യൂസ് റെപ്രസെന്റ് സ്റ്റോർഡ് സോളാർ എനർജി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അൾട്ടിമേറ്റ്ലി ഡിറൈവ്ഡ് ഫ്രം ദ സൺ എനർജി. അതായത് സണ്ണിൽ നിന്ന് ഡയറക്ട്ലി ഡിറൈവ് ചെയ്യാത്ത എനർജി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ജിയോ തെർമൽ എനർജി നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എർത്തിന്റെ ഇന്നർ കോറിൽ മാഗ്മ എന്ന് പറയുന്ന ആ ഒരു മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ആ ഫോമിൽ നിന്ന് ഉണ്ടാവുന്നതാണെന്ത്, അല്ലെങ്കിൽ ആ എർത്തിന്റെ ഇന്നർ കോറിലുള്ള ആ ഒരു തെർമൽ എനർജി കാരണമാണ് എന്ത്, നമുക്ക് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്ന എനർജി ഉണ്ടാവുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത് സണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. സോ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ നോട്ട് ഡിറൈവ്ഡ് ഫ്രം ദ സൺ എനർജി അല്ലെങ്കിൽ സോളാർ എനർജി. നമുക്ക് വിൻഡ് എനർജി. വിൻഡ് എനർജി എന്ന് പറയുന്നത് അൺഈവൻ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് ലാൻഡ്, അതായത് ലാൻഡിൻ്റെയും അതുപോലെ തന്നെ സീൻ്റെയും ഒക്കെ അൺഈവൻ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് കൊണ്ടുണ്ടാവുന്നതാണിത് ഈ ഒരു വിൻഡ് എനർജി എന്ന് പറയുന്നത്. സോ വിൻഡ് എനർജി എന്താണ്, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ സൺ എനർജി, അല്ലെങ്കിൽ അതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തു വരുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഇതെന്താണ്, സൺ എനർജിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. റൈറ്റ്, ഇത് അൾട്ടിമേറ്റ്ലി ഡിറൈവ്ഡ് ഫ്രം ദ സൺ എനർജി. ഇനി നമ്മൾ പറയുന്നത് എനർജി സണ്ണിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ടിക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജി പറഞ്ഞാൽ നമ്മളൊക്കെ അറിയാം, ഒന്നെങ്കിൽ ആറ്റംസിൻ്റെ ഫ്യൂഷൻ കാരണം, അതായത് യുറേനിയം പോലെയുള്ള ആറ്റംസ് ഫിഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് സ്പ്ലിറ്റിംഗ് ചെയ്യുന്ന സമയത്ത്, റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് സ്പ്ലിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, എനർജി ക്രിയേറ്റ് ആവും. അതുപോലെ തന്നെ ഹൈഡ്രജൻ, ഹീലിയം പോലെയുള്ള ആൾക്കാർ ഫ്യൂസ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യും, അവിടെയും നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് കാണാൻ പറ്റും. റൈറ്റ്, അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്യുന്ന സമയത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഫിഷൻ നടക്കുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂക്ലിയർ എനർജി കാണാൻ പറ്റും. റൈറ്റ്, അപ്പം ഇത് നോട്ട് റിലേറ്റഡ് ടു സൺ ആണ് അല്ലേ, നോട്ട് റിലേറ്റഡ് ടു സൺ ആണ്. കാരണം സണ്ണിൽ നിന്നല്ല ഇത് വരുന്നത്, ആറ്റംസിൽ നിന്നാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഡിറൈവ്ഡ് ഫ്രം ദ സൺ എനർജി. നമുക്ക് നോക്കാം ബയോ എനർജി. ബയോ എനർജി എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിൽ ഉണ്ടാകുന്ന എനർജിയാണ്. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിൽ എനർജി എത്തണമെങ്കിൽ എന്ത് വേണം, നമുക്ക് പ്രൈമറിലി ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. നമുക്ക് ഫുഡ് ചെയിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫുഡ് ചെയിനിൽ ഫസ്റ്റ് പ്രൊഡ്യൂസർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കൺസ്യൂമേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡീകമ്പോസേഴ്സ് ഉണ്ട്. റൈറ്റ്, അപ്പോൾ കൺസ്യൂമേഴ്സിലേക്ക് എങ്ങനെയാണ് എനർജി ട്രാൻസ്ഫർ ആവുന്നത്, ഫ്രം ദ പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസറിൽ എങ്ങനെയാണ് എനർജി കിട്ടുന്നത്, ഫ്രം ദ സൺലൈറ്റ്. ഫോട്ടോസിന്തസിസ് വഴിയാണ് പ്രൊഡ്യൂസറിൽ എന്ത് ചെയ്യുന്നത്, ആ ഒരു എനർജി എത്തുന്നത്. സോ സൺ എനർജി അല്ലെങ്കിൽ സോളാർ എനർജിയുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ് എന്ത്, ബയോ എനർജി അല്ലെങ്കിൽ ലിവിങ് ഫോമിലുള്ള എനർജി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടും കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സൺ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡിറൈവ് ചെയ്യാതെ വരുന്നത് ജിയോ തെർമൽ എനർജിയും ന്യൂക്ലിയർ എനർജിയാണ്. ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ആറ്റംസിൻ്റെ ഫ്യൂഷൻ കാരണവും ഫിഷൻ കാരണവും ഉണ്ടാവുന്നതാണ്. ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത് എർത്തിൻ്റെ കോറിൽ മാഗ്മയുടെ പ്രസൻസ് കാരണം ഉണ്ടാവുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു തെർമൽ എനർജിക്കാണ് നമ്മൾ ജിയോ തെർമൽ എനർജി എന്ന് പറയുക. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും നമ്മൾ ഓപ്ഷൻ എയും സിയും എന്താണ്, കറക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം ജിയോ തെർമൽ എനർജി. ദിസ് എനർജി കംസ് ഫ്രം ദ ഹീറ്റ് വിതിൻ ദ എർത്ത് കോർ വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സോളാർ എനർജി. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. വിൻഡ് എനർജി ഈസ് കോസ്ഡ് ബൈ ദ അൺഈവൻ ഹീറ്റിംഗ് ഓഫ് ദ എർത്ത് സർഫേസ് ബൈ ദ സൺ ലീഡിംഗ് ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ദാറ്റ് ഡ്രൈവ് എയർ മൂവ്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വിൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അൺഈവൻ ഹീറ്റിംഗ് നടക്കണം. റൈറ്റ്, ഇനി നമുക്കറിയാം ബയോ എനർജി. ദിസ് എനർജി കംസ് ഫ്രം ദ ഓർഗാനിക് മാറ്റർ ലൈക്ക് പ്ലാന്റ്സ് വിച്ച് ഈസ് യൂസ് സൺലൈറ്റ് ഫോർ ദ ഫോട്ടോസിന്തസിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫുഡ് ചെയിൻ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു പ്രൊഡ്യൂസറിൽ എങ്ങനെയാണ് എനർജി എത്തുന്നത്, സൺലൈറ്റിൽ നിന്നാണ് പ്രൊഡ്യൂസേഴ്സിന് എനർജി കിട്ടുന്നത്. ആ എനർജിയാണ് ബയോ ലിവിങ് ബീങ്സിലേക്കുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ന്യൂക്ലിയർ എനർജി. ദിസ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്പ്ലിറ്റിംഗ് ആറ്റംസ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ സൺ എനർജി. അത് നോട്ട് റിലേറ്റഡ്, അത് ഡിറൈവ് ചെയ്യുന്നത് സൺ എനർജി എന്നല്ല. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും നമ്മളെ ജിയോ തെർമൽ എനർജിയും ന്യൂക്ലിയർ എനർജിയും ആണ് നമ്മളെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ദാറ്റ് ഈസ് നോട്ട് ഡിറൈവ്ഡ് ഫ്രം ദ സൺ എനർജി. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. സോളാർ എനർജി can convert into electrical energy using.
അതെ, ഒരു സോളാർ എനർജീനെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിക്കുന്നുണ്ട്. ടർബൈൻസ് പറഞ്ഞാൽ ഫാനാണ്. നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ടർബൈൻസ് ഒക്കെ കാണാൻ പറ്റുന്നത്. ടർബൈൻസ് കറക്കുന്ന സമയത്ത് അവിടെ ഒരു മെക്കാനിക്കൽ എനർജി ക്രിയേറ്റ് ആവും. ആ മെക്കാനിക്കൽ എനർജി ഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ജനറേറ്റർ ത്രൂ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ടർബൈൻസ് കറക്കിയിട്ട്. ഓക്കെ, അത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിലാണ് നമ്മൾ കാണാറുള്ളത്. അതുപോലെ തന്നെ ജിയോ തെർമൽ അല്ലെങ്കിൽ ഓഷ്യൻ തെർമൽ എനർജി കൺവേർട്ടറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, OTEC ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻസിലൊക്കെ നമുക്ക് ഈ ടർബൈൻസ് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ടർബൈൻസ് ഒക്കെ അവിടെയാണ് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ടർബൈൻസ് നമ്മൾ സോളാർ എനർജിയുമായിട്ട് റിലേറ്റഡ് ആണോ? അല്ല. നമുക്ക് ഇനി നോക്കാം സോളാർ സെൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സോളാർ പാനൽസ് വെച്ചിട്ടാണ് നമ്മൾ സോളാർ എനർജീനെ ഡയറക്ട്ലി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടൈക് സെൽസ് എന്നാണ് നമ്മൾ അതിന് വിളിക്കുക. ഓക്കെ, അപ്പം അതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി തെർമൽ പവർ പ്ലാന്റ്സിൽ എന്താണ്, തെർമൽ പവർ പ്ലാന്റ്സിൽ ഹീറ്റ് എനർജി വെച്ചിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോട്ടോഴ്സിനെ വർക്ക് ചെയ്തിട്ട് മെക്കാനിക്കൽ എനർജി കൊടുത്ത് പിസ്റ്റൻസിനെ വർക്ക് ചെയ്ത് അതുപോലെ തന്നെ എഞ്ചിൻസിനെ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എനർജി ക്രിയേറ്റ് ചെയ്യുക. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വാട്ടറാണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റേഴ്സിൽ അവിടെ വാട്ടർ യൂസ് ചെയ്തിട്ട് ടർബൈൻസ് കറക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണ് നമ്മളെ റൈറ്റ് ആൻസർ. ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം. സോളാർ സെൽസ് ഓൾസോ നോൺ ആസ് ഫോട്ടോവോൾട്ടൈക് cells are specifically designed to convert sunlight directly into electrical energy through a process called photoelectric effect. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ വോൾട്ടൈക് സെല്ലിൽ നടക്കുന്ന ഈ ഒരു പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ സോളാർ എനർജീനെ ഡയറക്ട്ലി എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അവിടെ എന്താണ് ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ എനർജി പാക്കറ്റ്സ് ആണ്. എനർജി പാക്കറ്റ്സ് തട്ടുന്ന സമയത്ത് ആ എനർജി പാക്കറ്റ്സിന് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു ഫോമിനെ വേറൊരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഈസിലി പറയാൻ പറ്റും നമ്മൾ ഓപ്ഷൻ ബി ആണ് നമ്മൾ റൈറ്റ് ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പാർട്ട് ഫ്രം സപ്ലൈയിങ് എനർജി ഫോസിൽ ഫ്യൂവൽസ് ആർ യൂസ്ഡ് ഫോർ, അതായത് സപ്ലൈയിങ് എനർജി മാത്രമല്ലാതെ ഫോസിൽ ഫ്യൂവൽസ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. സ്റ്റോറിങ് എനർജി ഇൻ സോളാർ പോൺസ് ആണോ, സോളാറുമായിട്ട് റിലേറ്റഡ് ആണോ നമ്മളെ ഫോസിൽ ഫ്യൂവൽസ് ആണോ? സോളാർ എനർജി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി സോളാർ പോൺസ് എന്ന് പറഞ്ഞാൽ സോളാർ പാനൽസ് വെച്ചുള്ള ഒരു ഫീൽഡിനെയാണ് നമ്മൾ സോളാർ പോൺസ് എന്ന് വിളിക്കുക. ഇപ്പോൾ സോളാർ പോൺസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സോളാർ പാനൽസ് ആണ്. അവിടെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടിക് സെൽസിനാണ് എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സ്റ്റോറിങ് എനർജി ഇൻ സോളാർ പോൺസ് ആണോ? അല്ല. അപ്പോൾ അതെന്താണ്, റോങ് ആണ്. ഇനി നമുക്ക് നോക്കാം ഡ്രൈയിങ് വെജിറ്റബിൾസിനെ ഡ്രൈ ചെയ്യാൻ നമ്മൾ ഏതാണ് ഈ ഫോസിൽ ഫ്യൂവൽസ് ആണ് യൂസ് ചെയ്യുക. നമ്മൾ കത്തിച്ചിട്ടാണ് അവിടെ വെജിറ്റബിൾസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഉണക്ക ആണോ? അല്ല. നമ്മൾ ഹീറ്റ് എനർജി, അതായത് സണ്ണിൽ നിന്ന് കിട്ടുന്ന ഹീറ്റ് എനർജി അല്ലെങ്കിൽ സോളാർ എനർജി വെച്ചിട്ടാണ് അല്ലെങ്കിൽ തെർമൽ എനർജി വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവരെ ഡ്രൈ ചെയ്യുക. ഇനി നമുക്ക് നോക്കാം റൊട്ടേറ്റിംഗ് ടർബൈൻസ് ഇൻ ഹൈഡ്രോ പവർ പ്ലാന്റ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടർബൈൻസ് കറങ്ങണമെങ്കിൽ വാട്ടർഫോൾ ഉണ്ടാവണം അല്ലേ. നമുക്ക് ഡാം അറിയാം, ഡാമിൻ്റെ ഷട്ടർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന് താഴെയാണ് എന്ത് ചെയ്യുക, നമുക്ക് ടർബൈൻസ് ഒക്കെ കാണാൻ പറ്റുക. സോ ടർബൈൻസ് അവിടെ കറങ്ങുന്ന സമയത്ത് നമുക്ക് ഈസിലി പറയാൻ പറ്റും വാട്ടറിൻ്റെ ആ മൂവ്മെൻ്റ് ആണ് എന്ത്, ടർബൈൻസിൻ്റെ മൂവ്മെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും റൊട്ടേറ്റിംഗ് ടർബൈൻസ് ഇൻ ഹൈഡ്രോ പവർ പ്ലാന്റ്സ് എന്താണ്, വാട്ടറിൻ്റെ ജോലിയാണ്. റൈറ്റ്. അപ്പം ഇതും എന്തല്ല, ഡയറക്ട്ലി ഫോസിൽ ഫ്യൂവൽസുമായിട്ട് റിലേറ്റഡ് അല്ല. നമുക്ക് നോക്കാം മാനുഫാക്ചർ ഓഫ് ഓർഗാനിക് കെമിക്കൽസ്. ഇതായിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. മാനുഫാക്ചർ ചെയ്യുന്നത്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കെമിക്കൽസിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോസിൽ ഫ്യൂവൽസ് ലൈക്ക് പെട്രോളിയം, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, ഓയിൽസ്, കോള്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോസിൽ ഫ്യൂവൽസ് ലൈക്ക് നാച്ചുറൽ ഗ്യാസ്, ഓയിൽ ആൻഡ് കോൾ ആർ not used for storing energy in solar ponds. നമ്മൾ ഓൾറെഡി പറഞ്ഞു drying vegetables or rotating turbines in hydro power plants. However, they are valuable feedstock material in the chemical industry for producing a wide range of organic chemicals. These chemicals can be used in various products from the plastic and synthetic fibers to pharmaceutical and detergents. അതായത് ഒരുപാട് ഡിറ്റർജൻസ്, ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ തന്നെ സിന്തറ്റിക് ഫൈബേഴ്സ്, പ്ലാസ്റ്റിക്, വേരിയസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്താ, ഈ ഒരു നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ ഓയിൽ, കോൾ, ഇങ്ങനെയുള്ള ഫോസിൽ ഫ്യൂൽസ്. ഓക്കെ, സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ഡി ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കും. ടു ഫോക്കസ് ഓൺ റിന്യൂവബിൾ ആൻഡ് അതർ ആൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് എനർജി ഡാഷ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മാർച്ച് 1981 by the government of India. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1981 മാർച്ചിൽ സോഴ്സസ് ഓഫ് ആൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് എനർജി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ആ റിന്യൂവബിൾ ആയിട്ടുള്ള ആ ഒരു
എനർജീനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഫേമിൻ്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കമ്മീഷൻ ഓഫ്, അല്ലെങ്കിൽ ആ കമ്മീഷൻ്റെ പേര് എന്താണ്? കമ്മീഷൻ ഫോർ അഡീഷണൽ സോഴ്സസ് ഓഫ് എനർജി ആണോ, കമ്മീഷൻ ഫോർ ആൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് എനർജി ആണോ, കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണോ, സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് ആണോ? എന്താണ്? ഈസിലി നമുക്ക് പറയാൻ പറ്റും. ആൾട്ടർനേറ്റീവ് എന്ന് കാണുമ്പോൾ നമുക്ക് അത് മാർക്ക് ചെയ്യാൻ തോന്നും, ബട്ട് ആൾട്ടർനേറ്റീവ് അല്ല. കമ്മീഷൻ ഫോർ അഡീഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങൾ. റിയലൈസിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഇൻ മാർച്ച് 1981 the government of India established a commission for additional sources of energy CASC in the ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അതായത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അഡീഷണൽ സോഴ്സ് ഓഫ് എനർജി, നോൺ കൺവെൻഷണൽ എനർജീനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അല്ലെങ്കിൽ CSIR പണി എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാസ് എസ്റ്റാബ്ലിഷ് ഇൻ സെപ്റ്റംബർ 1942 ടു ബ്രിങ് സയൻസ് ആൻഡ് ടെക്നോളജി ടു ഇന്ത്യ. അതായത് ഇന്ത്യയിലേക്ക് സയൻസും ടെക്നോളജിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് എന്ത്, നമ്മുടെ കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR എന്ന് പറയുന്നത്. ഇനി സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ CSE വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1980 ആൻഡ് വർക്ക്സ് ഓൺ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഇൻ ഇന്ത്യ. അതായത് എൻവയോൺമെന്റ് ഡെവലപ്മെന്റുമായിട്ട് ഇഷ്യൂസ് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് സെന്റർ ഫോർ സയന്റിഫിക് ആൻഡ് സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കമ്മീഷൻ ഓഫ് അഡീഷണൽ സോഴ്സസ് ഓഫ് എനർജി ആണെന്ത്, അല്ലെങ്കിൽ CSE ആണെന്ത്, നമ്മൾ അന്ന് 1981 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സോ കമ്മീഷൻ ഫോർ അഡീഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് എന്താ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഇതൊക്കെ എന്താണ് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഹൈഡ്രോ പവർ? അതായത് ഹൈഡ്രോ പവർ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദി കോസ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് അഫക്ട് ലൈഫ്, വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. കാരണം നമ്മൾ ഡാമൊക്കെ മേക്ക് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈൽഡ് ലൈഫിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ, ഡാമൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ബിക്കോസ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഹൈഡ്രോ പവറിൻ്റെ. ഇനി നമുക്ക് നോക്കാം, ദേ കോസ് ഹാംഫുൾ എമിഷൻസ്. ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്, ടോക്സിക് ആയിട്ടുള്ള ഗ്യാസുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അവിടെ വാട്ടർ, അതായത് ഡാമിൽ നിന്ന് ഡയറക്റ്റ്ലി ഷട്ടർ ത്രൂ വരുന്ന വാട്ടർ ടർബൈൻസ് കറക്കുക അല്ലെങ്കിൽ ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ദി കോസ് ഹാംഫുൾ എമിഷൻസ് എന്ന് പറയുന്നത് റോങ് ആണ്. ഇനി നമുക്ക് നോക്കാം, ദേ ആർ അൺസ്റ്റേബിൾ, they are an unstable source of energy. എനർജീൻ്റെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള സോഴ്സ് ആണ് ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അത് എന്താണ്, ശരിയാണോ? ശരിയല്ല. ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് നമ്മളെ കേരളത്തിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് നമ്മളെ കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിനാണ്. സോ ഇതെന്താണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. സോ അത് ഒരു ഡിസ്അഡ്വാൻറ്റേജ് അല്ല. നമുക്ക് നോക്കാം, ദേ ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോങ് ഡിസ്റ്റൻസ് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അതായത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് നടക്കുന്ന ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷന് അത് എന്താണ്, സ്യൂട്ടബിൾ അല്ല എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയല്ല. കാരണം എന്താണ്, നമ്മളെ കേരളത്തിലും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലും നമ്മുടെ ഡിസ്ട്രിക്ട്സിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അത് ലോങ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻസ് ആണ് നടക്കുന്നത്. ലോങ് ഡിസ്റ്റൻസ് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിൽ നിന്ന് നടക്കുന്നുണ്ട്. സോ ഹൈഡ്രോ പവറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് അല്ല ഇത്. അപ്പോൾ സോ ഡെഫിനറ്റ്ലി നമ്മൾ ഓപ്ഷൻ എ ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ ഓപ്ഷൻ എ ആണ് നമ്മൾ റൈറ്റ് ആൻസർ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്യാസ് ലീക്കേജ് ഔട്ട് ഡ്യൂറിങ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി വാസ്. അതായത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ ലീക്കേജ് നടന്നിട്ടുള്ള ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഡിസാസ്റ്റർ ആണ്. ആ ഒരു ഡിസാസ്റ്ററിൽ നടന്നിട്ടുള്ള ആ ഒരു സമയത്ത് ലീക്കേജ് ആയിട്ടുള്ള ഗ്യാസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് ഉണ്ട്, ബ്യൂട്ടൈൽ അസെറ്റേറ്റ് ഉണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്, മീഥൈൽ ഐസോസൈനൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മീഥൈൽ ഐസോസൈനൈറ്റ് എന്ന് പറയുന്ന ഗ്യാസ് ആണ് അവിടെ ലീക്ക് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, മീഥൈൽ ഐസോസൈനൈഡ് ഓർ MIC ഈസ് ഹൈലി ടോക്സിക് കെമിക്കൽ ദാറ്റ് വാസ് റിലീസ് ഫ്രോം എ പെസ്റ്റിസൈഡ് പ്ലാന്റ്. അതായത് ഭോപ്പാലിൽ ഒരു പെസ്റ്റിസൈഡ് പ്ലാന്റ് ഉണ്ടായിരുന്നു, അവിടുന്ന് ലീക്കേജ് ആയിട്ടുള്ള ഗ്യാസ് ആണ് മീഥൈൽ ഐസോസൈനൈറ്റ് അല്ലെങ്കിൽ MIC എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഭോപ്പാൽ ട്രാജഡി, ഒരുപാട് ആൾക്കാരുടെ ലൈഫ് വരെ ത്രട്ടൺ ചെയ്തിട്ടുള്ള, ഒരുപാട് ആൾക്കാരുടെ ലൈഫ് പോയിട്ടുള്ള ഒരു ട്രാജഡി കൂടിയാണ് ഭോപ്പാൽ ഗ്യാസ് പ്ലാന്റ് അല്ലെങ്കിൽ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യയിൽ നടന്നിട്ടുള്ളതാണ്, അതാണ് ഡിസാസ്റ്ററിന് കാരണമായിട്ടുള്ളത്. സോ
ഓപ്ഷൻ ഡി ആണ് മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന ഗ്യാസ് ആണ് അവിടെ ലീക്കേജ് നടന്നിട്ടുള്ളത്. ഇതൊക്കെ എന്താണ് ഒരു ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് മിറർ ഈസ് യൂസ്ഡ് ഇൻ സോളാർ കുക്കർ? അതായത് സോളാർ കുക്കറിൽ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതായത് സോളാർ കുക്കറിൽ യൂട്ടിലൈസ് ചെയ്യുന്ന മിറർ ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. നമുക്ക് കോൺകേവ് മിററിന്റെ പിക്ചറാണ്, അതായത് ഇന്നർ റിഫ്ലക്റ്റിംഗ് സർഫസിലുള്ള മിറേഴ്സിനെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് വിളിക്കുക. നമ്മൾ ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ പ്ലെയിൻ മിറർ ആണെങ്കിൽ ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടാവുക. അതുപോലെ തന്നെ കോൺവെക്സ് ആണെങ്കിൽ ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടാവുക. ഇത് നമുക്കറിയാം, റൈറ്റ്? ഇനി നൺ ഓഫ് ദ എബോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി കോൺകേവ് മിററിന്റെ കേസിൽ നമുക്കറിയാം, ഏതൊരു ലൈറ്റ് റേ വന്നിട്ടുണ്ടെങ്കിലും അതൊരു സിംഗിൾ പോയിന്റിലേക്ക് കൺവേർജ് ആണ് ചെയ്യുക, അല്ലെ? ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൺവേർജ് ആണ് ചെയ്യുക, അല്ലേ? അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു കോൺകേവ് മിററിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി, ഏത് ലൈറ്റ് റേസ് വന്നിട്ടുണ്ടെങ്കിലും അതൊരു സിംഗിൾ പോയിന്റിലേക്ക് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരുപാട് ഹീറ്റ് എനർജി കൊടുക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഹീറ്റ് എനർജി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുക, നമ്മുടെ സോളാർ കുക്കറിൽ നടക്കുക. ഇനി പ്ലെയിൻ മിററിലാണെങ്കിൽ നമുക്കറിയാം, ഇങ്ങനെ പാരലലി വന്ന റേസ് പാരലലി ആയിട്ട് തന്നെ പോവുക. അതുപോലെ തന്നെ ഇങ്ങനെ വന്നിട്ടുള്ള റേസ് കുറച്ച് സ്ലാൻഡഡ് ആയിട്ട് വരുന്നത് അത് ആംഗിൾ, അത് സെയിം ആംഗിൾ വെച്ചിട്ടാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്റ്റൻസ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത്, കോൺവെക്സിൽ നോക്കുന്ന സമയത്ത് കോൺവെക്സിൽ ഡൈവേർട്ട് ആണ് ചെയ്യുക, അല്ലേ? എങ്ങനെ വന്നിട്ടുള്ള റേസ് ആണെങ്കിലും അതിൽ നിന്ന് മിററിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക, മിറർ ചെയ്യുക. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു പോയിന്റിലേക്ക്, ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എല്ലാ എനർജി നമുക്ക് വരണം. അത് നമുക്ക് എവിടെ മാത്രമേ പറ്റുള്ളൂ, കോൺകേവ് മിററിൽ പറ്റുള്ളൂ. അതാണ് നമ്മൾ സോളാർ മിററിൽ അല്ലെങ്കിൽ സോളാർ കുക്കറിൽ നമ്മൾ യൂസ് ചെയ്യുക കുക്കിങ്ങിന് വേണ്ടി. കോൺകേവ് മിറർ ഈസ് യൂസ്ഡ് ഇൻ എ സോളാർ കുക്കർ ബിക്കോസ് ഇറ്റ് കോൺസെൻട്രേറ്റ് സൺലൈറ്റ് ടു എ സ്മോൾ ഫോക്കൽ പോയിന്റ്, അതായത് ഒരു സിംഗിൾ പോയിന്റിലേക്ക് എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും. ആ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇഷ്യൂ, ക്രിയേറ്റിംഗ് ഹൈ ഹീറ്റ്. അവിടെ എന്ത് ചെയ്യും, ഒരു ഹൈ ഹീറ്റ് ക്രിയേറ്റ് ചെയ്യും, വിച്ച് ഈസ് യൂസ് ടു കുക്ക് ഫുഡ്. അതാണ് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ഈസിലി പറയാൻ പറ്റും, നമ്മൾ കോൺകേവ് മിറർ ആണ്, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ കോറിലേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളൊക്കെ ഇന്റർ റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഇതാണ് നമ്മുടെ ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന എക്സാമിന് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വിച്ച് കൺട്രി ഈസ് കോൾഡ് ദ കൺട്രി ഓഫ് വിൻസ്? നമ്മളെല്ലാ കൺട്രീസിലും വിൻസ് ഉണ്ടാവാറുണ്ട്, അല്ലേ? റൈറ്റ്. ബട്ട് ഒരു കൺട്രീനെ മാത്രം കൺട്രി ഓഫ് വിൻസ് എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, നമ്മളെല്ലാ കൺട്രിയിലും വിൻസ് ഉണ്ടാവുന്നുണ്ട്, വിൻ കറൻസ് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. ബട്ട് ഒരു കൺട്രിക്ക് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് ആ വിൻഡിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കൺട്രി ഓഫ് വിൻസ് എന്ന് പറയുകയാണെങ്കിൽ വിൻഡ് കൊണ്ട് എന്തൊക്കെയോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മേക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ്. അപ്പം ഡെൻമാർക്ക് എന്ന് പറയുന്ന കൺട്രിയിൽ നമ്മൾ വിൻഡ്, അതായത് നമുക്ക് മേജർ സോഴ്സ് വരുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റ്, ചെറിയ രീതിയിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടുന്നത്. ബട്ട് വിൻഡ് മോർ പോപ്പുലർലി വിൻഡ് മാത്രം യൂസ് ചെയ്തിട്ട് വിൻഡിനെ കുറച്ചുകൂടി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഡെൻമാർക്ക്. ആ ഡെൻമാർക്കിലെ എബോവ് ഒരു ഓൾമോസ്റ്റ് 60% അവരുടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനർജി റിക്വയർമെൻറ്റ്സ് ഒക്കെ അവർ എത്തുന്നത്, ആ ഒരു എനർജി റിക്വയർമെൻറ്റ്സിലേക്ക് അവർ എത്തിക്കുന്നത് ഈ ഒരു വിൻഡ് പവറാണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും അവർ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് വിൻസിനോടാണ്, വിൻഡ് പവറിനോടാണ്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഡെൻമാർക്ക് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് നമുക്ക് കൺട്രി ഓഫ് വിൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. നമുക്ക് ഇനി അടുത്ത നോക്കാം. ഗ്യാസ് വിച്ച് ഈസ് കോമൺലി ഫൗണ്ട് ആൻഡ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. അതായത് ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഇൻകംപ്ലീഷൻ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് മേജർലി നോക്കുകയാണെങ്കിൽ ദേ ആർ ഹൈഡ്രോ കാർബൺസ്. അതായത് കാർബൺ എന്തായാലും ഉണ്ടാവും നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിലുണ്ടാവും. അപ്പോൾ കാർബണ് ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ആവുന്നതിനാണ് നമ്മൾ കമ്പഷൻ എന്ന് വിളിക്കുക, റൈറ്റ്. ബട്ട് ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്ന സമയത്ത് ഈ കാർബണും ഇവിടുത്തെ ഒരു ഓക്സിജനും മാത്രം കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ടോക്സിക് ആയുള്ള ഒരു ഗ്യാസ് ആണ് എന്ത് ചെയ്യുക, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ കാർബണ് ഓക്സിജൻ്റെ പ്രസൻസിൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്ന സമയത്ത് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ആണ്. ഇത് തന്നെയാണ് നമ്മൾ എവിടെ ഉണ്ടാവുക,
ഫോസിൽ ഫ്യൂവൽസ് ബേൺ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്ന സമയത്തും ക്രിയേറ്റ് ആവുക. അപ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. കാരണം ഇൻകംപ്ലീറ്റ് കമ്പഷൻ കാർബൺ അല്ലെങ്കിൽ കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഏതൊരു മെറ്റീരിയലും ഇൻകംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രസൻസിൽ ബേണിങ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക കാർബൺ മോണോക്സൈഡ് ആണ്. കംപ്ലീറ്റ് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഫോംഡ്, അതായത് കംപ്ലീറ്റ് കമ്പഷൻ നടന്നാൽ കാർബൺ ഡയോക്സൈഡും ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടന്നിട്ടുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ് ആണ് ക്രിയേറ്റ് ആവുക. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഹൈബ്രിഡ് പവർ ജനറേഷൻ സിസ്റ്റം എ റിമോട്ട് വില്ലേജ് യൂസസ് ബോത്ത് സോളാർ പാനൽസ് ആൻഡ് വിൻഡ് ടർബൈൻസ് ഓൺ എ കാം ക്ലൗഡി ഡേ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ലൈക്ലി ലിമിറ്റേഷൻ ഫേസ്ഡ് ബൈ ദ സിസ്റ്റം. അതായത് ഒരു ഹൈബ്രിഡ് പവർ ജനറേഷൻ സിസ്റ്റം ഉണ്ട്. ഹൈബ്രിഡ് പവർ ജനറേഷൻ സിസ്റ്റംസ് ഒരു റിമോട്ട് വില്ലേജിലാണ്. അത് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോളാർ പാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് സോളാർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിൻഡ് ടർബൈൻസ് യൂസ് ചെയ്തിട്ട് വിൻഡ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഓൺ എ കാം ക്ലൗഡി ഡേ. ദാറ്റ് മീൻസ് ക്ലൗഡി ഡേ ആണ്. ക്ലൗഡി ഡേ ആകുമ്പോൾ സൺറൈസ് എന്ത് ചെയ്യില്ല, കൂടുതലായിട്ട് സോളാർ പാനൽസിലേക്ക് എത്തില്ല. ദാറ്റ് മീൻസ് സോളാർ എനർജി ടു നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് കുറവായിരിക്കും. ദാറ്റ് മീൻസ് ഓൺ എ ക്ലൗഡി ഡേ എന്തായിരിക്കും, സോളാർ എനർജി നമ്മൾ പറഞ്ഞുള്ള സോളാർ എനർജി ഫോർമേഷൻ, സോളാർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി കുറവായിരിക്കും. കാമാണ് നമ്മളെ ആ ഒരു വെതർ കണ്ടീഷൻ എന്താണ്, കാമാണ്. ദാറ്റ് മീൻസ് വിൻഡ് ഒന്നും ഇല്ലാത്ത കണ്ടീഷനാണ്. വിൻഡ് കുറവുള്ള കണ്ടീഷനെയാണ് നമ്മൾ കാം കണ്ടീഷൻ എന്ന് പറയുക. അപ്പോൾ വിൻഡ് കുറവാണ് മീൻസ് എന്താണ്, അവിടെ വിൻഡ് എനർജി എന്തായിരിക്കും, ലാക്കിംഗ് ആയിരിക്കും. വിൻഡ് എനർജി ലാക്കിംഗ് ആയിരിക്കും, കുറവായിരിക്കും, വിൻഡും കുറവായിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് ഈസിലി മനസ്സിലാവും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ലൈക്ലി ലിമിറ്റേഷൻ ഫേസ്ഡ് ബൈ ദി സിസ്റ്റം. അവിടെ എന്തായിരിക്കും, എനർജി ജനറേഷൻസ് കുറവായിരിക്കും. ദാറ്റ് മീൻസ് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്ന അവിടെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കാം. എക്സസ് ഹീറ്റ് ഫ്രം ദ സോളാർ പാനൽസ് ഡാമേജിങ് സർക്യൂട്ട്സ്. എക്സസ് ആയിട്ട് ഹീറ്റ് ജനറേഷൻ അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഹീറ്റ് ആണോ അവിടെ ക്രിയേറ്റ് ആവുക, ഇല്ല. ക്ലൗഡി ഡേയിൽ സൺറൈസ് എന്ത് ചെയ്യില്ല, ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ സോളാർ പാനൽസിലേക്ക് എത്തുന്ന സൺറൈസ് കുറവായിരിക്കും അല്ലേ. നമുക്കറിയാം ക്ലൗഡി ആവുന്ന സമയത്ത് അവിടെ ബ്ലോക്കേജ് ഉണ്ടാവും, സൺലൈറ്റിൻ്റെ ബ്ലോക്കേജ് ഉണ്ടാവും ക്ലൗഡ്സ്. ദാറ്റ് മീൻസ് അവിടെ നമ്മളെ എർത്തിലേക്ക് എത്തുന്ന സൺലൈറ്റിൻ്റെ അല്ലെങ്കിൽ സൺറൈസിൻ്റെ അളവ് കുറവായിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് സോളാർ എനർജി അവിടെ കുറവായിരിക്കും, എക്സസ് ഹീറ്റ് അല്ല അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ലാക്ക് ഓഫ് ബാറ്ററി ബാക്കപ്പ് ടു സ്റ്റോർ സർപ്ലസ് എനർജി. ഒരുപാട് എനർജി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലധികം വരുന്ന എനർജിനെയാണ് നമ്മൾ സർപ്ലസ് എനർജി എന്ന് വിളിക്കുക. അപ്പോൾ സർപ്ലസ് എനർജിയാണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നതെന്ന് പറയുന്നത്. ആണോ, ഇവിടെ എനർജി അല്ലെങ്കിൽ തന്നെ കുറവാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുമോ, ഇല്ല, ഇതും റോങ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം ബോത്ത് സോഴ്സസ് അണ്ടർ പെർഫോമിംഗ് ഡ്യൂ ടു ലോ സൺലൈറ്റ് ആൻഡ് നോ വിൻഡ്. ആണോ, ശരിയല്ലേ. ക്ലൗഡി ആയിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് ലോ സൺലൈറ്റ് ആയിരിക്കും, കാം ആയിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് നോ വിൻഡ് ആയിരിക്കും. സോ ഇതായിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് നോക്കാം ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ലീഡിങ് ടു ഗ്രിഡ് ഇൻസ്റ്റെബിലിറ്റി. അതായത് ഇലക്ട്രിസിറ്റീൻ്റെ ഓവർ പ്രൊഡക്ഷൻ കാരണം ഗ്രിഡ് ഇൻസ്റ്റെബിലിറ്റി, അതായത് സോളാർ പാനൽസിലെ ഓരോ പാർട്ടിക്കിളിനെയും അല്ലെങ്കിൽ ഓരോ ലെയറിനെയാണ് നമ്മൾ ഓരോ സോളാർ പാനൽസിൽ കാണുന്ന ഓരോ ഗ്രിഡ്സിനാണ് അല്ലെങ്കിൽ ഓരോ ആ റെക്റ്റാങ്കിൾസിനെയാണ് നമ്മൾ ഗ്രിഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഗ്രിഡ്സിന് ഇൻസ്റ്റെബിലിറ്റി ക്രിയേറ്റ് ആവും, കാരണം അത്ര അധികം സൺലൈറ്റ് അവിടേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്ലൗഡി ഡേയിൽ അങ്ങനെ വരുമോ, ഇല്ല, ക്ലൗഡി ഡേയിൽ കുറവായിരിക്കും. കാരണം ക്ലൗഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സൺലൈറ്റിനെ ഡയറക്റ്റ് വരുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതും എന്താണ്, റോങ് ആണ്. അപ്പോൾ മേജർ ലിമിറ്റേഷൻ എന്താണ് ഉണ്ടാവുക, രണ്ടും അണ്ടർ പെർഫോമിംഗ് ആയിരിക്കും ഉണ്ടാവുക. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇനി nuclear power plant, the energy released from the fission of uranium atom is ultimately used to. അതായത് നമ്മളോട് പറഞ്ഞുള്ളത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയസ് ഒന്നെങ്കിൽ ഫിഷൻ നടക്കും അല്ലേ. ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്പ്ലിറ്റിംഗ് നടക്കും. ന്യൂക്ലിയസിൻ്റെ സ്പ്ലിറ്റിംഗ് കാരണമോ ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷൻ കാരണം ഉണ്ടാകുന്നതാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയർ എനർജി വെച്ചിട്ടാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ എന്ത് ചെയ്യുന്നത്, അവിടെ എനർജി ക്രിയേഷൻസ് ഒക്കെ നടക്കുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു യുറേനിയത്തിൻ്റെ ഫിഷൻ, യുറേനിയം എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. ആ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഫിഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആവുന്ന സമയത്താണ് എനർജി റിലീസ് ചെയ്യുക. അപ്പോൾ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് തന്നെ വേറൊരു ആറ്റമായിട്ട് മാറും. അതിനൊപ്പം അത് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ആ എനർജി വെച്ചിട്ടാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ എന്ത് ചെയ്യുന്നത്, എനർജി ജനറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ഡയറക്ട്ലി ടേൺ ഇലക്ട്രിക്കൽ ജനറേറ്റേഴ്സ് അല്ല,
അത് ഡയറക്ട്ലി ഇലക്ട്രിക്കൽ ജനറേറ്റേഴ്സിനെ എന്ത് ചെയ്യുന്നില്ല, അത് കണക്ട് ചെയ്യില്ല ചെയ്യുന്നത്. അവിടെ ഈ ഒരു കാര്യമല്ല നടക്കുന്നത്. അവിടെ എന്താ നടക്കുന്നത്? ഇറ്റ് ഹീറ്റ് വാട്ടർ ടു പ്രൊഡ്യൂസ് സ്റ്റീം. അതായത് അവിടെ ഒരു വാട്ടർ ഉണ്ടാവും, വാട്ടർ ചേമ്പർ ഉണ്ടാവും. ആ വാട്ടർ ചേമ്പറിലുള്ള വാട്ടറിന് ഹീറ്റ് കൊടുക്കും. ഈ എനർജി വെച്ചിട്ട് ഹീറ്റ് കൊടുക്കും. ആ ഹീറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? വാട്ടർ ബിക്കംസ് സ്റ്റീം. വാട്ടർ സ്റ്റീം ആയി കഴിഞ്ഞാൽ ആ സ്റ്റീം വെച്ചിട്ട് എന്ത് ചെയ്യും? ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻജിൻസും ജനറേറ്റേഴ്സും ഒക്കെ എന്ത് ചെയ്യും? വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ വർക്ക് ചെയ്തിട്ട് ടർബൈൻസിന് എന്ത് ചെയ്യും? കറക്കും. ആ ടർബൈൻസ് കറക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? അവിടെ ഇലക്ട്രിക്കൽ എനർജി ക്രിയേറ്റ് ആവുക. സോ ഇറ്റ് ഹീറ്റ്സ് ദ വാട്ടർ. അതായത് അവിടെയുള്ള വാട്ടറിനെ ഹീറ്റ് ചെയ്യും ടു പ്രൊഡ്യൂസ് സ്റ്റീം ദാറ്റ് ഡ്രൈവ്സ് ടർബൈൻസ്. അവിടെ ഉള്ള ടർബൈൻസിനെ കറക്കിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെയും നമുക്ക് ആ ഒരു ഇലക്ട്രിക്കൽ എനർജി ക്രിയേഷൻ കാണാൻ പറ്റുക. അയണൈസ് ഗ്യാസസ് ഫോർ പ്ലാസ്മ എനർജി ആണോ? ഗ്യാസസിനാണ് അയണൈസ് ചെയ്യുന്നത്. പ്ലാസ്മ എനർജി അല്ല അവിടെ ക്രിയേറ്റ് ആവുന്നത്. അവിടെ ഹീറ്റ് എനർജിയാണ് അവിടെ റിലീസ് ചെയ്യുന്നത്. ആ ഹീറ്റ് എനർജി വെച്ചിട്ട് വാട്ടറിനെ സ്റ്റീമാക്കും. എന്നിട്ട് ടർബൈൻസിനെ കറക്കിയിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത്. ക്രിയേറ്റ് ഫ്യൂഷൻ റിയാക്ഷൻസ് ദാറ്റ് പവർ ദ ജനറേറ്റർ. ഫ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, ഹീലിയം പോലെയുള്ള ചെറിയ ചെറിയ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനെയാണ്, അത് കമ്പൈൻ ചെയ്യുന്ന ആ റിയാക്ഷനെയാണ് ഫ്യൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഫ്യൂഷൻ റിയാക്ഷൻസൊക്കെ നമുക്ക് കോമൺലി നമുക്ക് സണ്ണിന് ചുറ്റുമൊക്കെ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഔട്ടർ സ്പേസിലൊക്കെയാണ് എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനെയുള്ള എനർജി ഫോംസ് ഒക്കെ കാണാനുള്ളത്. നമുക്ക് ഡിഫറെൻ്റ് ആയുള്ള ന്യൂക്ലിയർ ബോംബ്സ്, അതുപോലെ തന്നെ ആറ്റം ബോംബ്സിലൊക്കെ ഈ ഡിഫറെൻറ്റ് ടൈപ്പ്, അതായത് ഫിഷനും ഫ്യൂഷനും ഒക്കെ ആണെന്ത് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഫ്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് കോമൺലി കാണാൻ പറ്റുന്നത് ഔട്ടർ സർഫസ് അല്ലെങ്കിൽ ഔട്ടർ സ്പേസ് ആയിട്ടുള്ള സണ്ണിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് ഫിഷൻ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും ഇങ്ങനെയുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജനറലി കാണാൻ പറ്റുന്നത്. സോ അവിടെ നമ്മൾ യുറേനിയം ആറ്റംസ് ആണ് യൂസ് ചെയ്യുക. യുറേനിയം വേറൊരു ആറ്റവും ആയി മാറും, റേഡിയോ ആക്റ്റീവായിട്ട്, എന്നിട്ട് എനർജി റിലീസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അത് സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്. ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ആണ് നടക്കുന്നത്. അതല്ല ഇവിടെ നടക്കുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യുറേനിയത്തിൻ്റെ കേസാണ് ചോദിച്ചാൽ, യുറേനിയത്തിൻ്റെ കേസ് അവിടെ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത് സ്പ്ലിറ്റിംഗ് ആണ്. ഓക്കെ, സോ ഇതെന്തല്ല റൈറ്റ് ആൻസർ അല്ല. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം. ദ എനർജി റിലീസ് ഫ്രം ദ ഫിഷൻ ഓഫ് യുറേനിയം ആറ്റംസ് ഇൻ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈസ് അൾട്ടിമേറ്റ്ലി യൂസ് ടു ഹീറ്റ് വാട്ടർ പ്രൊഡ്യൂസിങ് ഹൈ പ്രഷർ സ്റ്റീം. അതായത് ഹൈ പ്രഷർ സ്റ്റീം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വാട്ടറിനെ ഹീറ്റ് ചെയ്യും. This steam then drives turbines which are connected to the electric generators, thereby producing electricity. അത് എന്ത് ചെയ്യും? ആ ടർബൈൻസ് കറക്കിയിട്ട് നേരെ അതാണ് ഇലക്ട്രിക് ജനറേറ്റേഴ്സിന് ആയിട്ട് കണക്റ്റഡ്. അതാണ് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ബി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുന്നത്. ഇത് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസും, അതുപോലെ തന്നെ എസ്പെഷ്യലി ഫോർ NSCJS പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് അവരുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഫ്രീ ആയിട്ടുള്ള ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് NSCJS-ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും, അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസും, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് കണ്ടൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും നമുക്ക് കുറച്ച് ഡേയ്സേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു NSCJS എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾ NSCJS-ന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഈ ഒരു ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒളിമ്പ്യാഡ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ NSCJS-ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.